തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കേരള സാഹചര്യമാണ്. കേരളത്തിൽ ഇപ്പോൾ അസംബ്ലി സ്പ്ലിറ്റ് എടുത്ത് നോക്കിയാൽ, ഒന്നാമത് കേരളത്തിൽ ആദ്യമായിട്ടൊരു BJP സ്ഥാനാർത്ഥി ഇപ്പോൾ തൃശ്ശൂരിൽ ജയിച്ചല്ലോ. അസംബ്ലി സ്പ്ലിറ്റ് നോക്കിയാലും കേരളത്തിലെ ഇപ്പം ഈ LDF UDF എന്ന ഘടനയിൽ കാര്യമായ മാറ്റം വന്നു. 100-ലധികം സീറ്റുകളിൽ UDF ലീഡ് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല 11 സീറ്റുകളിൽ BJP ഏറ്റവും വലിയ കക്ഷിയാണ്. എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ കക്ഷിയാണ്. പ്രത്യേകിച്ച് ആറ്റിങ്ങലിൽ എടുക്കുമ്പോൾ ആറ്റിങ്ങൽ 1, 2, 3 മണ്ഡലങ്ങളിൽ BJP വൻതോതിൽ വോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ തൃശ്ശൂർ ജില്ലയിലെ BJP ജയിച്ച ഇടങ്ങളിൽ അങ്ങനെ 11 മണ്ഡലങ്ങളിൽ. അപ്പോൾ കേരളത്തിൻ്റെ ഒരു അടിസ്ഥാന രാഷ്ട്രീയ ഘടനയിൽ കാര്യമായ മാറ്റം വന്നിട്ടുണ്ടോ എന്ന് ചിന്തിക്കാൻ സമയമായ ഒരു കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. BJPയെ സംബന്ധിച്ച് അവർക്ക് ഈ ആറ്റിങ്ങൽ പോലെയുള്ള മണ്ഡലങ്ങളിൽ അവരുണ്ടാക്കിയ നേട്ടം ഒരു ചില്ലറ സംഗതിയായിട്ട് കാണാൻ കഴിയുന്ന ഒന്നല്ല. അപ്പം സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ മികവുകൊണ്ട് തൃശ്ശൂർ ജയിച്ചു എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ എതിരാളികൾക്ക് ആശ്വസിക്കാമെങ്കിലും കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഈ പറയുന്ന രാഷ്ട്രീയ ഘടനയിൽ ഉണ്ടായിട്ടുള്ള മാറ്റം ശ്രദ്ധിക്കേണ്ടതാണെന്ന് തോന്നുന്നു. അജിംസ് എന്താണ് തോന്നുന്നത്? കേരളത്തിൻ്റെ ഈ മതനിരപേക്ഷത എന്നതൊക്കെ പറയുമല്ലോ, അല്ലെങ്കിൽ ഈ LDFും UDFും ഒരു കാലത്തും ആഗ്രഹിക്കാത്ത ഒന്നാണ് സംഘപരിവാരത്തിൻ്റെ ഒരു കടന്നുവരവ്. അതിനൊരു ഭയങ്കരമായി അസ്വസ്ഥപ്പെടുത്തുന്ന ചില അടിസ്ഥാന മാറ്റങ്ങൾ കേരളത്തിൽ ഉണ്ടായി കഴിഞ്ഞോ? അല്ല, അടിസ്ഥാന മാറ്റം ഉണ്ടായി എന്ന് നമ്മൾ ദൃശ്യമായി നമുക്ക് കാണാൻ കഴിയുന്നൊരു കാഴ്ച തൃശ്ശൂരിൽ നിന്നാണ്. പക്ഷേ തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയത്തെ BJPയുടെ വിജയമായി ഞാൻ പരിഗണിക്കുന്നില്ല. അത് സുരേഷ് ഗോപിയുടെ വിജയമാണ്. എങ്ങനെയെന്ന് വെച്ചാൽ രാജഗോപാൽ നേമത്ത് അസംബ്ലി സീറ്റിൽ ജയിച്ചതുപോലെ ഒരു വിജയമായിട്ട് മാത്രമേ സുരേഷ് ഗോപിയുടെ വിജയത്തെ തൃശ്ശൂരിൽ നിന്ന് ഞാൻ കാണുന്നുള്ളൂ. ഇപ്പോൾ സുരേഷ് ഗോപി 19,000 വോട്ട് നേടി. 80,000 വോട്ട് നേടി എന്ന് പറയുമ്പോൾ ഇത് ആരുടെ വോട്ടാണെന്നുള്ളൊരു ചർച്ചയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും മുരളീധരൻ്റെ വോട്ട് കുറഞ്ഞു. അപ്പോൾ കോൺഗ്രസിൻ്റെ വോട്ടാണ് ഇങ്ങോട്ട് ഒഴുകിപ്പോയത്. അതായത് കോൺഗ്രസിൻ്റെ വോട്ട് മൊത്തം BJPയിലേക്ക് ഒഴുകിപ്പോയി. കോൺഗ്രസ് അവരുടെ വോട്ട് പിടിച്ചിരുന്നെങ്കിൽ എന്നാണ് ചോദിക്കുന്നത്. ഇന്ന് ബിനോയ് വിശ്വം ചോദിച്ചതും MV ഗോവിന്ദനും ചോദിച്ചതും അതാണ്. കോൺഗ്രസ് അവരുടെ വോട്ട് പിടിച്ചിരുന്നെങ്കിൽ സുരേഷ് ഗോപി ജയിക്കുമായിരുന്നു. അങ്ങനെയല്ല കാര്യങ്ങൾ. കോൺഗ്രസിൻ്റെ വോട്ട് കുറഞ്ഞു എന്നുള്ളത് ശരിയാണ്. അതിന് വേറെയും കാരണങ്ങളുണ്ടാകും. അവരുടെ സംഘടന പ്രവർത്തിക്കാത്തതോ വോട്ട് ചോദിക്കാത്തതൊക്കെ ഉണ്ടാവും. ഈ പിടിച്ച വോട്ട് കോൺഗ്രസിൻ്റെയും LDFിൻ്റെയും ഉണ്ട്. CPIയുടെയും CPMൻ്റെയും ഒക്കെ വോട്ട് പിടിച്ചിട്ടുണ്ട് സുരേഷ് ഗോപി. അപ്പോൾ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യാമെന്ന് പരമ്പരാഗതമായി UDFനും LDFനും വോട്ട് ചെയ്തിരുന്ന കുറേ ആളുകൾ തീരുമാനിക്കുകയാണ്. അങ്ങനെ തീരുമാനിക്കാൻ ഇടയായ സാഹചര്യം എന്നുള്ള സുരേഷ് ഗോപി ആയതുകൊണ്ടാണ് എന്നുള്ളതാണ് ഒരു കാര്യം. ഞാൻ മനസ്സിലാക്കുന്നത് BJPയുടെ വളർച്ച കഴിഞ്ഞ 2014 ശേഷം, മോദി വന്നതിന് ശേഷം കേരളത്തിലെ BJPയുടെ വളർച്ച, മോദി വന്നതിന് ശേഷം മാത്രമല്ല, BDJS രൂപീകരണത്തിന് ശേഷം. BDJS രൂപീകരണത്തിന് മറ്റൊരു സാമൂഹിക സാംസ്കാരിക പശ്ചാത്തലം കൂടിയുണ്ട്. അത് ലവ് ജിഹാദ് ക്യാമ്പയിന് ശേഷം രൂപം കൊണ്ട ഒരു പാർട്ടിയാണെന്നുള്ളതാണ്. അപ്പോൾ ആ ലവ് ജിഹാദ് ക്യാമ്പയിന് ഒരു ടാർഗറ്റ് ഉണ്ടായിരുന്നു. ആ ടാർഗറ്റ് കേരളത്തിലെ ഏറ്റവും വലിയൊരു സമുദായമായിരുന്നു. ആ സമുദായത്തെ ലക്ഷ്യം വെച്ചാണ് ക്യാമ്പയിൻ നടന്നത്. അതേ തുടർന്ന് രൂപീകരിക്കപ്പെട്ട പാർട്ടിയും ആ സമുദായ നേതൃത്വത്തിൻ്റെ മേൽക്കൈയിലാണ് നടന്നത്. അവരിലേക്കുള്ള BJPയുടെ കടന്നുകയറ്റമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. അത് ആറ്റിങ്ങൽ മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ ദൃശ്യമായിട്ടുള്ളത്. ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലത്തിൽ 1ാം സ്ഥാനത്തേക്ക് BJP വരികയാണ്. കാട്ടാക്കടയിലും 1ാം സ്ഥാനത്തേക്ക് BJP വരികയാണ്. ഈ 2 നിയമസഭാ മണ്ഡലങ്ങളിലും പ്രമുഖമായ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഞാൻ മുമ്പ് സൂചിപ്പിച്ച കമ്മ്യൂണിറ്റി തന്നെയാണ്. അപ്പോൾ അവിടേക്ക് BJP കടന്നു കയറുന്നത് കഴിഞ്ഞൊരു 15 വർഷത്തെ സവിശേഷതയാണ്. ആ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് പരമ്പരാഗതമായി അവരിലെ ബഹുഭൂരിഭാഗം വോട്ടും നേടിക്കൊണ്ടിരുന്നത് LDFോ CPMോ ഒക്കെയാണ്. തിരിച്ച് വോട്ട് ചെയ്യുന്നില്ല എന്നുള്ളതല്ല, അവരുടെ ഒരു വോട്ട് ബാങ്കാണ്. പക്ഷേ ആ കമ്മ്യൂണിറ്റിയിലേക്ക് BJP കടന്നു കയറുന്നു. അവരിൽ കൂടുതൽ സ്വാധീനം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ആറ്റിങ്ങലിൽ നിന്ന് കാണാൻ കഴിയുന്ന കാഴ്ച. ആറ്റിങ്ങലിൽ ശോഭാ സുരേന്ദ്രൻ അത് ഒരു വട്ടം തെളിയിച്ചതാണ്. V മുരളീധരൻ കുറേ കൂടി ഫലപ്രദമായി കഴിഞ്ഞ 5 വർഷം അവിടെ പണിയെടുത്തുണ്ടാക്കി കുറേ കൂടി നേട്ടം അവിടെ ഉണ്ടാക്കി. ആ കടന്നുകയറ്റ UDFും LDFും കോൺഗ്രസും CPMും എത്രമാത്രം ഗൗരവത്തോടെ കാണുന്നുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. ഞാൻ മറ്റ് മണ്ഡലങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ ആറ്റിങ്ങലിൽ ചെയ്തു തന്നെയാണ് ചെയ്യുന്നത്. ആലപ്പുഴ മണ്ഡലത്തിനും ഈ സവിശേഷതയുണ്ട്. ആറ്റിങ്ങലിൽ എന്താണോ ശോഭാ സുരേന്ദ്രൻ ചെയ്തത് അത് കുറേ കൂടി മനോഹരമായിട്ട് ആലപ്പുഴയിൽ അവർ ചെയ്യുന്നുണ്ട്. ആ വോട്ട് ബാങ്ക് ഏതാണെന്ന് CPM ആലോചിക്കണം. CPMാണ് അത് ആലോചിക്കുന്നത്. കാരണം KC വേണുഗോപാൽ കുറേ കൂടി വോട്ട് ശതമാനം ഉയർത്തിയാണ് തവണ ചെയ്തിട്ടുള്ളത്. CPMൻ്റെ ശക്തി കേന്ദ്രങ്ങളിലാണ് CPM ശക്തി കേന്ദ്രങ്ങളിലാണ് ശോഭാ സുരേന്ദ്രൻ ഈ വോട്ട് പിടിക്കുന്നത്. അത് ഏത് സമുദായത്തിൽ നിന്നാണ് വോട്ട് പോകുന്നത് എന്നുള്ളത് CPM പുനഃപരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ അത് ചെയ്യുന്നു. പിന്നെ നമ്മൾ വോട്ട് വർധന അങ്ങനെ കാര്യമായിട്ട് കാണുന്നില്ല. പത്തനംതിട്ടയിൽ അനിൽ ആൻ്റണിക്ക് വോട്ട് കുറയുകയാണ് ചെയ്തത്. K സുരേന്ദ്രൻ 2019 നേടിയതിനേക്കാൾ വോട്ട് കുറയുകയാണ് അനിൽ ആൻ്റണിക്ക് ചെയ്തത്. കാരണം പത്തനംതിട്ട അവരൊരു A+ മണ്ഡലങ്ങളിൽപ്പെട്ട ഒരു സ്ഥലമാണ്. പക്ഷേ അവിടെ അനിൽ ആൻ്റണിക്ക് വലിയ അത്ഭുതമൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. സുരേന്ദ്രൻ ആ വോട്ട് പിടിച്ചത് ഒരു പക്ഷേ ഈ ശബരിമല പ്രക്ഷോഭത്തിൻ്റെ ഒരു ആനുകൂല്യത്തിൽ കൂടിയായിരിക്കാം. പക്ഷേ അത് നിലനിർത്താനോ അതിൽ നിന്ന് വർദ്ധിപ്പിക്കാനോ അനിൽ ആൻ്റണി കഴിഞ്ഞില്ല. ഒരു പക്ഷേ വോട്ട് കുറഞ്ഞ BJP വോട്ട് കുറഞ്ഞ അപൂർവം മണ്ഡലങ്ങളിലൊന്ന് പത്തനംതിട്ടയാണ്.
കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് കുറഞ്ഞു പോയ മണ്ഡലങ്ങളിൽ. പിന്നെ ഇടുക്കി എടുത്തു കഴിഞ്ഞാൽ ഇടുക്കിയിൽ BDJSൻ്റെ സ്ഥാനാർത്ഥിയാണ് അവർ മത്സരിച്ചത്. കോട്ടയം വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ് ഈ തവണ NDA സംബന്ധിച്ച്. തുഷാർ വെള്ളാപ്പള്ളിയാണ് BDJSൻ്റെ നേതാവ്. തുഷാർ വെള്ളാപ്പള്ളിയാണ് അവിടെ മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ 2019 ഇപ്പോൾ UDFലുള്ള PC തോമസ് ആണെന്ന് NDA സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് കേരള കോൺഗ്രസ് നേതാവായിട്ട്. PC തോമസിന് വ്യക്തിപരമായിട്ടൊരു വോട്ടുണ്ട്, അത് നമുക്കറിയാം. ആ വോട്ട് അദ്ദേഹം നേടി. 1,40,000 വോട്ട് അദ്ദേഹം നേടിയിരുന്നു. ആ വ്യക്തിപരമായ വോട്ടിനേക്കാൾ കുറച്ചുകൂടി വർദ്ധിപ്പിക്കാൻ തുഷാർ വെള്ളാപ്പള്ളിക്ക് കഴിഞ്ഞിട്ടുണ്ട്. കോട്ടയം താരതമ്യേന BJPക്ക് അത്ര ഒരു പ്രതീക്ഷയുള്ള മണ്ഡലമല്ലാതിരിക്കെ തന്നെ PC തോമസ് പിടിച്ചതിൽ നിന്ന് കുറേ കൂടി വോട്ട് വർദ്ധിപ്പിക്കാൻ തുഷാർ വെള്ളാപ്പള്ളിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വോട്ട് ഏതാണെന്നുള്ളത് LDF ആണ് പരിശോധിക്കുന്നത്. കാരണം LDFന് കോട്ടയത്തിൽ തവണ വോട്ട് കുറഞ്ഞിട്ടുണ്ട് കാര്യമായി. കാരണം വലിയ വാസവൻ നേടിയതിനേക്കാൾ നേടിയ അത്ര ഒരു മാർജിനോ അല്ലെങ്കിൽ ഒരു പോൾ പെർസെൻറ്റേജോ കിട്ടുന്നില്ലെങ്കിൽ തുഷാർ വെള്ളാപ്പള്ളി പിടിച്ച വോട്ടേതാണെന്ന് LDF കോട്ടയത്ത് വിലയിരുത്തേണ്ടി വരും. എറണാകുളത്തേക്ക് വന്നാൽ എറണാകുളവും BJPയെ സംബന്ധിച്ചൊരു പ്രതീക്ഷയുള്ള മണ്ഡലമല്ല. പക്ഷേ അവിടെ ഘട്ടം ഘട്ടമായി അങ്ങനെ വലിയ ത്രഷോൾഡ് കടന്നിട്ടൊന്നുമില്ല. 15% വോട്ടാണ് KS രാധാകൃഷ്ണൻ നേടുന്നത്. അതൊരു വലിയ വോട്ട് ഷെയർ അല്ല. പക്ഷെ അവിടെ അവർ ഘട്ടം ഘട്ടമായിട്ട് ഈ കഴിഞ്ഞ കാലങ്ങളിൽ വോട്ട് വർദ്ധിപ്പിക്കുന്നുണ്ട്. മറ്റൊരു മണ്ഡലം ഈ പറയുന്ന ആലത്തൂരാണ്. ആലത്തൂർ ഈ വിക്ടോറിയ കോളേജ് പ്രിൻസിപ്പളായിരുന്ന സരസു, TN സരസു എന്ന് പറയുന്ന ഒരു അധ്യാപികയാണ്. അവർ ആലത്തൂരും അങ്ങനെ ഒരു വലിയ BJPക്ക് പ്രതീക്ഷയുള്ളൊരു മണ്ഡലമേ അല്ല. അവർക്ക് 10% വോട്ടാണ് കിടക്കുന്നത് ഏതാണ്ട് 10 വർഷം മുമ്പാണ്. അപ്പോൾ അവിടെ അവർ 18% വോട്ട് വളർത്തി എന്നുള്ളതാണ് ആലത്തൂർ മണ്ഡലത്തിൽ. ആ വോട്ട് ആരുടേതാണെന്ന് LDFും പരിശോധിക്കണം. അവിടെ വിജയിച്ച LDFും പരിശോധിക്കണം, UDFും പരിശോധിക്കണം. ഭൂരിപക്ഷമുള്ളത് ശ്രദ്ധിക്കണം. അപ്പോൾ ഇങ്ങനെ ചില മണ്ഡലങ്ങളുണ്ട്. നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നോക്കുകയാണെങ്കിൽ കാസർഗോഡ് K. സുരേന്ദ്രൻ പിടിച്ചതിനേക്കാൾ കൂടുതൽ വോട്ട് സുരേന്ദ്രൻ അവിടെ മത്സരിച്ചിട്ടുണ്ടായിരുന്നു. സുരേന്ദ്രൻ മത്സരിച്ചതിനേക്കാൾ രവീശ തന്ത്രി കുണ്ടാർ പിടിച്ചതിനേക്കാൾ വോട്ട് ഇത്തവണ അവിടെ അശ്വിനി എന്ന് പറയുന്ന അവരുടെ ഒരു കന്നഡ ഭാഷ സംസാരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതും ആ വോട്ട് വർധന നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇക്കുറി ഒരു 0.07% രാജ്മോഹൻ ഉണ്ണിത്താന് വോട്ട് വർദ്ധിച്ചിട്ടുണ്ട്. രാജ്മോഹൻ ഉണ്ണിത്താൻ കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് വർദ്ധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തേക്കാൾ പോൾ പെർസെൻറ്റേജ് കുറയുകയാണ് കാസർകോട്ടെ LDF സ്ഥാനാർത്ഥിക്കെങ്കിൽ ഈ പറയുന്ന അശ്വിനി എന്ന് പറഞ്ഞ BJP സ്ഥാനാർത്ഥി പിടിച്ച വോട്ടാരുടേതാണെന്ന് LDF പുനഃപരിശോധിക്കണം. കണ്ണൂരും ഈ പ്രതിഭാസമുണ്ട്. കണ്ണൂരും BJPയെ സംബന്ധിച്ച് എന്തല്ല ഒരു വലിയ പ്രതീക്ഷയുള്ള സ്ഥലമൊന്നുമല്ല അവർ. അവിടെ ഈ തവണ കണ്ണൂരിൽ വോട്ട് കൂടിയിട്ടുണ്ട്. സാധാരണ ഒരു 15% മുകളിൽ ഒരിക്കലും കണ്ണൂരിൽ BJP വോട്ടില്ല. ഇത്തവണ അവിടെ മത്സരിച്ചത് C. രഘുനാഥ് എന്ന് പറയുന്ന പഴയ കോൺഗ്രസ്സുകാരനാണ്. നല്ല രീതിയിൽ അവർക്ക് രഘുനാഥിന് വോട്ട് അവിടെ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കണ്ണൂർ അങ്ങനെ ഒരു 5%, 6%, 10% ഇങ്ങനെ ഗ്രാജുവലായിട്ട് വളർന്നു വന്ന ഒരു സ്ഥലമാണ്. പക്ഷേ വലിയൊരു ലീപ്പ് രഘുനാഥിന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ അത് ഈ പറയുന്ന പിണറായിയുടെ ജില്ലയിൽ തന്നെയുള്ള ഭരണവിരുദ്ധ വികാരമൊക്കെ ആയിരിക്കാം. എന്തായാലും അതും പരിശോധിക്കപ്പെടേണ്ടത് എവിടെ നിന്നാണ് വോട്ട് പോകുന്നത്. കാരണം കണ്ണൂർ സുധാകരന് അത്യാവശ്യം നല്ല ഭൂരിപക്ഷമുണ്ട്. കഴിഞ്ഞ തവണത്തെ പോലെ ഇല്ലെങ്കിലും കഴിഞ്ഞ തവണ 50%-ലധികം ഭൂരിപക്ഷമുണ്ട്. വോട്ട് പെർസെൻറ്റേജ് ഉണ്ടായിരുന്നു. ഈ കുറി അത്രയൊന്നുമില്ല. എങ്കിൽ പോലും ഈ വോട്ട് എവിടെ നിന്നാണ് പോകണമെന്ന് പരിശോധിക്കണം. BJP കൃത്യമായും കേരളത്തിലെ പിന്നോക്ക വിഭാഗങ്ങൾക്കിടയിൽ അതിശക്തമായ ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. ആ ക്യാമ്പയിൻ നടത്തുന്നു, വോട്ട് പിടിക്കുന്നു എന്നുള്ളതല്ല, അവരെന്താണ് ഇവരോട് പറയുന്നത്, ഈ ജനങ്ങളോട് എന്താണ് BJP സംസാരിക്കുന്നത് എന്നുള്ളത് പ്രധാനമാണ്. അതാണ് കേരളത്തിൻ്റെ നിലനിൽക്കുന്ന ഒരു സെക്യുലർ ഫാബ്രിക്കിനെയും നിലനിൽക്കുന്ന ഒരു സാമൂഹിക സുരക്ഷിതത്വത്തെയും അപകടത്തിലാക്കുന്ന എന്തെങ്കിലും ആണോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തൃശ്ശൂരിൽ എല്ലാ വിഭാഗത്തിൽ നിന്നും സുരേഷ് ഗോപി വോട്ട് പിടിച്ചു എന്ന് പറയുന്നു. പക്ഷേ തൃശ്ശൂർ നഗരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ക്രൈസ്തവ ന്യൂനപക്ഷം ഇത്തവണ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തു എന്നുള്ളതാണ് അറിയപ്പെടുന്നത്. അതെന്തിനാണ് വോട്ട് എന്നുള്ളൊരു പ്രശ്നമാണല്ലോ. കാരണം സഭ പോലും പ്രധാനമായും വളരെ ശക്തമായൊരു നിലപാട് സുരേഷ് ഗോപി BJPക്കെതിരെ പരോക്ഷമായ വാക്കുകളിലൂടെയാണെങ്കിലും എടുത്തതിന് ശേഷവും സുരേഷ് ഗോപി വോട്ട് ചെയ്ത് കളയാം എന്ന് വിദ്യാസമ്പന്നരായ നഗരവാസികളായ തൃശ്ശൂർക്കാർ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിലൊരു പ്രശ്നമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തെക്കുറിച്ച് അല്ല, ഇതിൽ ഇപ്പം അജിംസ് BJPയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, ഗ്രാജുവലായിട്ട് അവരുടെ പോൾ പെർസെൻറ്റേജ് വർദ്ധിപ്പിച്ച് വരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതിൽ തന്നെ നേരത്തെ നോക്കും BJP എന്ന് പറയുമ്പോൾ പൊതുവെ സവർണ വിഭാഗങ്ങളുടെ ഒരു പാർട്ടി എന്നുള്ള ഒരു ഇതായിരുന്നു. അതിൽ നിന്ന് മാറി അവരിപ്പോൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ പറയുന്ന പിന്നോക്ക വിഭാഗങ്ങൾ, കൂടുതൽ ഈഴവ വിഭാഗങ്ങളാണ്. സാമ്പത്തികമായ ഈ പലതരം ഡെസ്പെയർ, നിരാശ അനുഭവിക്കുന്ന സാമൂഹ്യ വിഭാഗങ്ങളെ അവർ സവിശേഷമായിട്ട് അഡ്രസ്സ് ചെയ്യണം. നോക്കൂ, നമ്മളിങ്ങനെ കിടക്കുകയാണ്, മറ്റവന്മാർ വളരുകയാണ്. അതാണ് ഈ വാട്സപ്പിലൂടെ പോകുന്ന സാധനം. അത് CPMൻ്റെ വോട്ട് ബാങ്കിനെയാണ് അത് ബാധിക്കുക. ഇപ്പോൾ ഇത്തവണ BJPക്ക് വളർച്ചയുണ്ടായ എല്ലായിടത്തും പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കത് കാണാൻ സാധിക്കും. CPMൻ്റെ വോട്ട് ബാങ്കിനെയാണ് BJP പതുക്കെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്നത്.
അത് ഞങ്ങൾ ഗൗരവത്തിലെടുക്കുന്നുവെന്ന് പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ. അപ്പോൾ ഓക്കെ, അതിനെക്കുറിച്ച് അജിംസ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ അത് ഈ പറയുന്ന BJP എന്തോ ഒരു ഭയങ്കരമായൊരു പൊളിറ്റിക്കൽ ഫോഴ്സായിട്ട് കേരളത്തിൽ മാറും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പോൾ പെർസെൻറ്റേജ് കൊണ്ട് കാര്യമില്ലല്ലോ, സീറ്റുകൾ തന്നെ വേണം നമ്മുടെ പൊളിറ്റിക്സിൽ. പക്ഷേ ഈ കേരളത്തിൻ്റെ ഡെമോഗ്രഫി അതിൽ പ്രധാന ഘടകമാണ്. 16 സംതിങ്ങേ ഉള്ളൂ BJPക്ക് ഒറ്റയ്ക്ക്. 20 എന്നുള്ള ത്രഷോൾഡ് എത്തിയിട്ടില്ല, ഒരിക്കലും എത്തിയിട്ടില്ല. ഇപ്പോൾ കേരളത്തിൽ ഈ 16% എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് BJPക്ക് സാമാന്യനെ വോട്ട് ചെയ്യുക ആരാണ്? ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകളാണല്ലോ. ഹിന്ദുക്കളെന്ന് പറയുന്നത് കേരളത്തിൽ 50%, 50 അല്ലെങ്കിൽ 54%ഉള്ളതാണ്. അപ്പോൾ ആ 50-54% എടുക്കുമ്പോൾ ഇത് 16% അല്ല, അത് 32% മാറും. മനസ്സിലായില്ലേ? ഹിന്ദു വിഭാഗത്തിൻ്റെ 32% അത് മാറും. അങ്ങനെ നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണ്. പക്ഷേ കേരളത്തിൻ്റെ ഡെമോഗ്രഫിയിൽ 50%, ഈ 50-50 ആയിട്ടാണ്. മുസ്ലിം ക്രിസ്ത്യാനികൾ കൂടിക്കഴിഞ്ഞാൽ 50%, ഹിന്ദുക്കൾ 50%. അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ 16% കൊണ്ട് പ്രത്യേകിച്ച് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കില്ല. കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഈ ബാലൻസ് നിലനിർത്തുന്നത് നോക്കൂ, കേരളത്തിലെ ഈ 2 മുന്നണികൾ, പ്രധാനപ്പെട്ട 2 മുന്നണികൾ, ഈ 2 മുന്നണികളും വ്യത്യസ്ത സാമൂഹിക വിഭാഗങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ കോൺഗ്രസ് സവിശേഷമായൊരു ബാലൻസ് കീപ്പ് ചെയ്യുന്നുണ്ട് അതിനകത്ത്. കരുണാകരനാണ് ആ കല കോൺഗ്രസിനെ പഠിപ്പിച്ചത്. മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, നായന്മാർ, ഇതായിരുന്നു കോൺഗ്രസിൻ്റെ ഒരു സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. എന്ന് വെച്ചിട്ട് അവർക്ക് ഈഴ വിഭാഗത്തിലോ ദലിത് വിഭാഗത്തിലോ യാതൊരു സ്വാധീനമില്ല എന്നുള്ളതല്ല. ഇതാണ് പ്രധാന സാമൂഹിക വിഭാഗങ്ങളായിട്ടുണ്ടായിരുന്നത്. അത് വെച്ചുകൊണ്ട് കരുണാകരൻ കളിക്കുന്ന ഒരു കളിയുണ്ട്, അതിമനോഹരമായിട്ടൊരു കളിയുണ്ട്. ആ കളിയിലൂടെയാണ് കോൺഗ്രസ് ഇങ്ങനെ മുന്നോട്ട് പോയത്. കോൺഗ്രസ് എവിടെ നിന്നാണ് പിറകോട്ട് പോകുന്നത് വെച്ചാൽ അത് നഷ്ടപ്പെടുമ്പോഴാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യമുണ്ട്. VD സതീശൻ എന്ന് പറഞ്ഞ ഒരു പോൾ മാസ്റ്റർ കേരള രാഷ്ട്രീയത്തിൽ ഉയർന്നു വരുന്നുണ്ട്. അത് നമ്മൾ അംഗീകരിച്ചേ മതിയാവുള്ളൂ. തൃക്കാക്കര തിരഞ്ഞെടുപ്പ് മുതൽ കേരളത്തിൽ ഒരു പോൾ മാസ്റ്റർ ഉയർന്നു വന്നിട്ടുണ്ട്. അതാണ് VD സതീശൻ എന്ന് പറയുന്നത്. അദ്ദേഹം കേരള രാഷ്ട്രീയത്തെ ഉള്ളം കയ്യിലെടുക്കാൻ ശേഷിയുള്ള ഒരു തെരഞ്ഞെടുപ്പ് വിദഗ്ധനാണ്. ആ വൈദഗ്ധ്യം തനിക്കുണ്ടെന്ന് തൃക്കാക്കര, പുതുപ്പള്ളി ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വളരെ സൂക്ഷ്മമായി എന്താണ് ഓരോ മണ്ഡലത്തിൻ്റെ ഘടന എന്ന് മനസ്സിലാക്കുവാനും വിവിധ ഈ സാമൂഹിക വിഭാഗങ്ങൾ ആരൊക്കെയെന്ന് അറിയുക എന്നൊരു സംഗതി ഉണ്ടല്ലോ നിഷാദെ. ഇപ്പോൾ കാന്തപുരം വിഭാഗം, സമസ്ത EK വിഭാഗം, മുജാഹിദുകൾ, പുലയ മഹാസഭ, ധീവരർ, അല്ലെങ്കിൽ ലാറ്റിൻ ക്രിസ്ത്യൻസ്, ഇങ്ങനെയൊക്കെ പറയുന്ന ഈ സാമൂഹിക വിഭാഗങ്ങളെ എല്ലാറ്റിനെയും അതിൻ്റെ ആ യൂണിവേഴ്സ് ഉണ്ടല്ലോ, ആ യൂണിവേഴ്സിനെ മനസ്സിലാക്കാനും ഓരോരുത്തരും എവിടെ നിൽക്കുന്നു, അവരുടെ പ്രയോറിറ്റീസ് എന്താണ്, അവരുടെ ഫ്ലേവേഴ്സ് എന്താണ് എന്നത് മനസ്സിലാക്കുവാൻ, അതിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുക. ഇതാണ് ഈ പരിപാടി എന്ന് പറയുന്നത്. അല്ലാതെ മൈക്കിന് മുമ്പ് പോയി പ്രസംഗിക്കുക എന്നുള്ളതല്ല. അപ്പോൾ അത് ഈ മനുഷ്യൻ പഠിച്ചെടുത്തിട്ടുണ്ട്, അത് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് വർക്ക് ചെയ്യും. അത് നന്നായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പല സ്വഭാവത്തിൽ അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ 18 സീറ്റ് അവർ നേടുന്നു. അതിൽ 10 സീറ്റിൽ ഇന്നലെ അവസാന റിസൾട്ട് വരുമ്പോൾ 10 സീറ്റിൽ 1,00,000 മേൽ ഭൂരിപക്ഷം നേടുന്നുണ്ട്. ഗംഭീരമായിട്ടുള്ള വിജയമാണ്. പക്ഷേ ഇതിൽ തന്നെ ഒരു കാര്യം നോക്കുക. അപ്പോൾ പാലക്കാട് മുതൽ കാസർഗോഡ് വരെ 8 ലോക്സഭാ മണ്ഡലങ്ങൾ കോൺഗ്രസിൻ്റെ കയ്യിലാണ്. UDFിൻ്റെ കയ്യിലാണ് വൻ ഭൂരിപക്ഷത്തിൽ. അവിടെ കോൺഗ്രസ്സിന് എത്ര നിയമസഭാ സീറ്റ് അറിയോ? 6 നിയമസഭാ സീറ്റാണുള്ളത്. 8 ലോക്സഭാ സീറ്റ് UDF കൈവശം വെക്കുന്നൊരു ജോഗ്രഫിയിൽ 6 നിയമസഭാ സീറ്റാണ് അവർ കൈവശം വെക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്തൊരു വൈരുദ്ധ്യമാണത്. അപ്പോൾ ഇന്നലെ ഉണ്ടായിട്ടുള്ള ഈ ലോക്സഭയിലെ ഈ വിജയം അസംബ്ലിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ മുൻ അനുഭവം വെച്ചിട്ട് അങ്ങനെ പറ്റുമെന്ന് ഉറപ്പിക്കാൻ പറ്റില്ല. കഴിഞ്ഞ തവണ 19 സീറ്റിൽ UDF ജയിച്ചു. പക്ഷേ അസംബ്ലി തെരഞ്ഞെടുപ്പ് എന്താ സംഭവിക്കുന്നത്? ആ വിജയം അസംബ്ലിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? ഈ പറയുന്ന ഒരു റെപ്രസെൻറ്റേഷൻ അത് ശരിയാം വിധം അസംബ്ലിയിലേക്ക് കൊണ്ടുവരുന്നതിൽ അവർ പരാജയപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിലെ നോക്കൂ, കേരളത്തിൽ UDFിന് അതിൻ്റെ ഒരു വിജയത്തിൻ്റെ പാറ്റേൺ നോക്കുക. മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങൾ കൺസോളിഡേറ്റഡ് ആയിട്ട് UDFിൻ്റെ പുറകിൽ നിന്നിട്ടുണ്ട്.
തൃശ്ശൂർ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അത് ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ കാണുന്നതാണല്ലോ. അത് അടുത്ത കോട്ടയത്ത് ഇത് നമ്മൾ മനസ്സിലാക്കണം. കോട്ടയത്ത് കേരള കോൺഗ്രസിൻ്റെ 2 ചിഹ്നമില്ലാതെ മത്സരിച്ച ഫ്രാൻസിസ് ജോർജാണ് ജയിക്കുന്നത്. ഇതും കൂടെ നമ്മൾ കാണണം. അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്ക് കേരള കോൺഗ്രസ് എവിടെ നിൽക്കും എന്നൊരു ചോദ്യം കൂടെ അവിടെ ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ പുതിയൊരു കൺസോളിഡേഷൻ അടുത്ത അസംബ്ലി വരെ നിലനിർത്തുവാൻ, അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അങ്ങനെ തന്നെ ആവർത്തിക്കുവാൻ കോൺഗ്രസിന് സാധിക്കുമോ? ആ ചോദ്യം വരുമ്പോൾ അത് ഇച്ചിരി പ്രയാസമാണ്. അല്ലെങ്കിൽ അത് ഇപ്പോൾ പോകുന്നത് പോലെ പോയാൽ മതിയാവില്ല. ഒറ്റ കാര്യം പറയാം, ഇപ്പോൾ കോൺഗ്രസ്സിന് കേരളത്തിൽ ഈ ലോക്സഭയിലേക്ക് ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയാണ് ഉണ്ടായിരുന്നത്. BJPക്കും ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയാണ് ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ഇതൊന്നും ആലോചിച്ചു. അപ്പോൾ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ MP മാർ, ഇന്നലെ ജയിച്ച MP മാരുടെ ഈ പറയുന്ന ഒരു സോഷ്യൽ റെപ്രസെൻറ്റേഷൻ എടുക്കുക, അത് ഏതെങ്കിലും നിലക്കുള്ളൊരു ബാലൻസ് അതിനുണ്ടോ എന്ന് ചോദിച്ചാൽ ബാലൻസ് ഇല്ല. ബാലൻസ് ഇല്ലാതിരുന്നിട്ടും അവർ വിജയിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അസംബ്ലിയിലേക്ക് അത് മതിയാവില്ല. ഇപ്പോൾ ഈ വയനാട് സീറ്റ് ഒഴിവ് വരാൻ പോകുന്നു. വയനാട് സീറ്റ് ഒഴിവ് വരാൻ പോകുമ്പോൾ രാഹുൽ ഗാന്ധി റായ്ബറേലിയാണ് ഓപ്റ്റ് ചെയ്യുന്നതാണ് പൊതുവെ മനസ്സിലാക്കപ്പെടുന്നത്. വയനാട് സീറ്റിൽ അവരെന്ത് ചെയ്യും? ഒരു ചോദ്യമുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ അവരനുഭവിക്കുന്ന ഈ മുസ്ലിം റെപ്രസെൻറ്റേഷൻ്റെ കുറവ് അത് പരിഹരിക്കാനാണ് അവർ ശ്രമിക്കുക. അതല്ല, കോൺഗ്രസിൻ്റെ ഇവിടുത്തെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ വേറെ ചില ഫാൻറ്റസീസ് ഉണ്ട്. ആ ഫാൻറ്റസീസിൻ്റെ പുറകെ പോവുകയാണോ? ഈ ചോദ്യം അവർ അഭിമുഖീകരിക്കേണ്ടി വരും. ഇത് നിഷാദ്, ഇതൊരു ഒരു അങ്ങേയറ്റത്തെ ഒരു ട്രിപ്പീസ് കളിയാണ്. എല്ലാ വിഭാഗം ആളുകളെയും അനുനയിപ്പിക്കുക, കൂടെ നിർത്തുക, അവരെ ഹോസ്റ്റൈലാകാതെ നിർത്തുക എന്ന് പറയുന്നത് അത് സങ്കീർണമായുള്ള പ്രക്രിയയാണ്. കരുണാകരനൊക്കെ ഒരു പൊളിറ്റിക്കൽ മാസ്റ്റർ ആകുന്നത് ആ സങ്കീർണതയെ ഇങ്ങനെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്ത ആളായതുകൊണ്ടാണ്. അപ്പോൾ BJP തൃശ്ശൂരിൽ വിജയിച്ചു, അല്ലെങ്കിൽ 11 മണ്ഡലങ്ങളിൽ അവർ 1-ാം സ്ഥാനത്ത്, അസംബ്ലി സെഗ്മെൻറ്റിൽ 1-ാം സ്ഥാനത്തെത്തി എന്നുള്ളത് നമ്മുടെ രാഷ്ട്രീയ ഘടനയെ വലിയ തോതിൽ ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്ന ഒന്നാണ് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ഇതിനോട് ഈ കോൺഗ്രസും CPM-ഉം ഈ അവസ്ഥയോട് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് അതായിരിക്കും നിർണായകമായിട്ട് വരിക. അതൊക്കെയാണ്. അപ്പോൾ നമുക്കിന്ന് അവസാനിപ്പിക്കാം. നാളെ ഇരിക്കാം. നമസ്കാരം.